ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും ജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടം അല്ലേ? ഇന്നാണ് പ്രസിദ്ധമായ ഉത്രാട പാച്ചൽ കേട്ടോ. ഇന്ന് മിക്കവാറും ഉത്രാട പാച്ചൽ മാറിയിട്ട് ഉത്രാട തുഴച്ചിലാവും. ആ രീതിയിലാണ് മഴ പെയ്ത്, രാവിലെ തന്നെ മഴ പെയ്ത്. പിന്നെ കുറച്ച് 2-3 ദിവസം പൂവിടുന്ന എടുത്തിന് നമ്മള്, പിന്നെ ഒന്നിനും സമയം കിട്ടുന്നില്ല. എല്ലാ ദിവസവും ഒരേപോലത്തെ പൂ തന്നെ പറിച്ചിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് പിന്നെ എടുക്കണ്ട വെച്ച് എല്ലാ ദിവസവും നമ്മൾ ഇതുവരെ നാടൻ പൂ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നാളെ മാറും അല്ലേ? ഇന്നും കൂടി നാടൻ പൂവേ ഉള്ളൂ മൊത്തം. അപ്പൊ നമുക്ക് ഒന്നും പറയണ്ട. നമുക്ക് നിങ്ങളെ നേരത്തെ ഇവിടെ കുത്തിരുന്ന് പാട്ടെല്ലാം പാടുന്നുണ്ടല്ലോ. ഓണത്തിന്റെ ഒരു പാട്ട് പാടിയാ പാട് പാടപ്പ. നേരത്തെ ഞാൻ നടന്ന് മുടി വാരുമ്പോ അമ്മീന്റെ ഭയങ്കര പാട്ട്. ഞാൻ ഒരിക്കൽ ഫോണെടുത്ത് കൊണ്ടുവന്നിട്ട് മെല്ലെ പിടിച്ചാലോ അറിയേണ്ടത്. നമുക്ക് പൂവിടാ എന്നാ വാ ചങ്ങായിമാരെ. ചങ്ങായിമാരെ, ഇതെല്ലാം നമ്മളെ പൂവിട്ടാ അവസാണ്ടാ. കുമ്പളപ്പൂവെല്ലാം പറിച്ചു കൊണ്ടിട്ടുണ്ടാ. ആരെങ്കിലും ഇടലിനൊന്നും പറിച്ചോന്നേ. ചെമ്പരത്തി, ചെക്കി, അരിപ്പൂ, ഇതല്ല കോളാമ്പി, എന്താ മന്ദാരം, എല്ലാം നാടൻ. അങ്ങനെ അമ്മ പൂടം തയ്യാറായി നിൽക്കുന്നുണ്ട്. ചെക്കിയല്ലേ ഇത്? എക്സോറയാ? എക്സോറ. ഇതെന്നാന്നറിയാ? അത് പന്നീർ പൂ അല്ലേ? പിന്നെ നമുക്ക് പൂടൽ മത്സരം തുടങ്ങാം. വെള്ളത്തിലാണിപ്പം പൂടേണ്ടത്. ഇതാ നോക്കിയാ മിറ്റെല്ലാം നോക്കിയാ വേണ്ട, മൊത്തം ചളിയും വെള്ളവും. ചങ്ങായിമാരെ, നമ്മളെ ബഡ്ഡി ഒരേ കൂക്കലും വിളിക്കലും ആക്കുന്നുട്ടതാ. ബഡ്ഡീനെ കണ്ട നമ്മളെ? ബഡ്ഡീന്റെ ഒരു കാല് പോയതിനു ശേഷം ബഡ്ഡിക്ക് നമ്മളെപ്പോ കണ്ടുകൊണ്ടിരിക്കണം. ബഡ്ഡി വർത്താനെല്ലാം പറയും കേട്ടാ. എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. ബഡ്ഡി 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 കൂ, ബഡ്ഡി കൂന്നെല്ലാം വിളിക്കും അല്ല ബഡ്ഡി? പൂവിടൂ അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ കേൾപ്പിച്ചതാ കേട്ടാ. വിളിക്കുന്ന കേട്ടാ. ബഡ്ഡി ബഡ്ഡി വിളിക്ക്. ബഡ്ഡി ബഡ്ഡി കൂ, ബഡ്ഡി ബഡ്ഡി കൂ, ബഡ്ഡി. ബഡ്ഡിയും നമ്മളെല്ലാരും കൂടിയിട്ടാണ് പൂവിടുന്നത് അല്ല ബഡ്ഡി? അല്ലേ അല്ലേ? ചങ്ങായിമാരങ്ങനെ പൂവിടാൻ തുടങ്ങലാണ്. എല്ലാം നാടൻ പൂക്കളായതുകൊണ്ട് കാണാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ രസത്തിലല്ലോ പ്രാധാന്യം കൊടുക്കുന്നു. ആദ്യം വെച്ച പൂവിന്റെ പേര് നമ്മെ ബസ് പൂവാ. എന്നതിന്റെ ബസ് പൂവല്ല, എന്നതിന്റെ പേര് സീനിയ അല്ലപ്പ. എന്നാപ്പ അതിന്റെ പേരേനു, പേരെന്നെ മറന്നുപോയി. അടിഞ്ഞു പോന്നു മഴയായതുകൊണ്ട്. അടുത്ത കോളാമ്പി എടുക്കുന്നുണ്ട്. എന്നാ പാട്ട് പാടിക്കമ്മേ, തുടങ്ങിക്കോ. ആ പാടുന്നില്ല? പാടിക്കോ. എനക്കറിയില്ല, നിങ്ങളെ തുടങ്ങ്. ആള് ചിരിക്കാൻ വേണ്ടിട്ടാ. എന്നാ ചിരിക്കണ്ടേ? യേശുദാസും ചിത്രമെല്ലാം പാടിച്ച ആള് ചിരിക്കുന്നുണ്ടോ? അവര് ഗായകനും ഗായികയും. അങ്ങനെ അറിയാതെ ആളെല്ലാം പാടുന്നില്ലേ? നമ്മള് മിഞ്ഞാന്ന് മുംബൈക്ക് എൻ്റെ അടുത്ത് പോയൊരു മുംബൈക്ക പാട്ട് പാടിനെ. മുംബൈക്കൊക്കെ അറിയില്ല എന്നല്ല പറയുന്നത്. മുംബൈക്ക എന്നാ രസം എന്ന് പറയാം പാട്ട്. അടിപൊളിയാണ്. ഓർല ശരിക്ക് നല്ല കഴിവുണ്ട്. നമ്മളെ എൻ്റെ കൂടെ വന്ന ആളും പറഞ്ഞു നല്ല പാട്ടുകാരൻ, നല്ല കഴിവുണ്ട്. എന്നിട്ട് ഓർന്ന് ഇങ്ങനെ ഇതായിപ്പോയി. എങ്ങനെ ആയിപ്പോയി? നല്ല പാട്ട് ശ്രമിക്കാതെയാണ്. ഓ അങ്ങനെ. പാടുന്നില്ല? എന്നാ പാട്. നല്ല രസമുണ്ടല്ലേ കാണാൻ? നാടൻ പൂവിന് രസമില്ലാന്ന് ആരാ പറഞ്ഞേ? അത് വേണ്ടേ? മേലെ വെച്ചങ്ങ് എടുത്തോ.
ഇതാ ചങ്ങായി പറ നമ്മളെ ബഡ്ഡിയുടെ ഇരുന്നിട്ട് എല്ലാം നോക്കുന്നുണ്ട് കേട്ടാ. ബഡ്ഡി 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 അടുത്ത് എന്നാ ഇടണ്ടേ നമുക്ക് കൺഫ്യൂഷൻ. ഇതാണ് കൊറേ പൂണ്ടായല്ലോ ചൊറ. പറ പാട്ട് പാടിങ്ങള്. അതിട്ടോ, അത് കുറച്ചല്ലേ ഉള്ളൂ, എന്നാലും എത്തിക്കാൻ ലൈന് പോലെ ഇട്ടാ മതി. പറിക്കാനുണ്ടാടാ ചമ്മണ്ടാടാ, പക്ഷെങ്കില് ഉതിർന്നു പോന്നു. അതിന്റെ കൂടെ പേകോടിയും കൊണ്ടിട്ടിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം നിക്കട്ടെ. ഇത് അവില് വെച്ചോലെ ആക്കി വെച്ചിട്ടുണ്ടല്ലോ. പാട്ട് പാടുന്നില്ല അമ്മേ? എന്നാ പാട്. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം അവത്തങ്ങാർക്കും മൊട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളം പറയും ചെറുനഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. താങ്ക് യു. അങ്ങനെ അമ്മ അതിമനോഹരമായി പാടിയിരിക്കുകയാണ്. അമ്മ തോതെല്ലെടുത്ത് അളവെല്ലാം പിടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അങ്ങനെ പറയാം, ആദ്യം 4 മൂലക്ക് വെച്ച് എല്ലാവരും ശ്രദ്ധിക്കണം. ആശാരിയാ തോതെല്ലാം എടുത്തിട്ട് ഇടാൻ. ബഡ്ഡിക്ക് ആടെ എന്തോ ഇഷ്ടപ്പെടുന്നില്ല. ബഡ്ഡിക്ക് അടുത്ത് നോക്കണം എന്നറിയും. ബഡ്ഡീൻ്റെ ആദ്യത്തെ ഓണല്ലേ ഇവിടെ വന്നിട്ടുള്ളേ? ബഡ്ഡി ബഡ്ഡി നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നോക്കിനാ നല്ല സ്റ്റൈലുണ്ട്. നമ്മള് കണ്ണൂക്കാറാപ്പാ, നമ്മ ഇങ്ങനെ പറയും. ബഡ്ഡി മതിയാ? ഇനി എന്നാ ഇടുവാ? ഡിസൈനറെ വിളിക്കേണ്ടി വരുമോ? അടുത്ത കുമ്പളപ്പൂവാണ് ഇടാൻ പോകുന്നത്. അങ്ങനെ പറയാ, കുമ്പളപ്പൂവിന്റെ അതിമാരകമായ പ്രകടനമാണ് നമ്മളിപ്പം കാഴ്ചവെക്കാൻ പോകുന്നത്. രസങ്ങൾ ഉണ്ട്. ചെറിയ പൂവാ എന്നിട്ട് വലിയ പൂവായി അല്ലേ? നന്നായി കുമ്പളം നട്ട് പിടിപ്പിക്കുക. ഞാൻ പോയിട്ട് പറിച്ചോണ്ടിരുക. പൂ പറിച്ച ഇതാവുക, കായ് ആവുക? കായ് ഇത് വിരിഞ്ഞതിന്റെ മേലെ ഇനി കായ് ഉണ്ടാവില്ല. അങ്ങനെയുണ്ടോ? നല്ല രസം രസം രസം. ബഡ്ഡി 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 നമുക്ക് പൂടാ. അങ്ങനെ ബഡ്ഡിയും അമ്മയും കൂടെ പൂവിടുന്നുണ്ട്. മഴ പെയ്ത് ചളിയായി പോയടാ ബഡ്ഡി അല്ലേ? ബഡ്ഡി ബഡ്ഡി
ഇത്ര അടുപ്പിച്ചൊക്കെ ഉണ്ട് അമ്മേ. കല്ലവുമില്ല ചതിയുമില്ല. വട്ടി പാട്ട് പാടിയാട്ടെ. വട്ടി വട്ടി വട്ടിക്ക് മസാജ് ചെയ്യണോ? വട്ടി മസാജിങ് ഏതാ? എല്ലാവരും എന്തെല്ലാം പൂക്കൾ കൊണ്ടാ പൂവിടലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ചങ്ങായിമാരെ. നമ്മൾ മുഴുവൻ നാടൻ പൂവാണ്. അതിൽ കുറേ വിധം പൂക്കൾ കിട്ടുന്നില്ല. തുമ്പ ഇല്ല അല്ലേ? തുമ്പയില്ല, മുള്ളുപൂവില്ല, വട്ടോപ്പിരിയില്ല, കൃഷ്ണപ്പൂവില്ല. നമ്മള് വയലിന്ന് ഇത് പറിക്കണ്ടെന്ന് പുല്ലരി പുല്ലരി. അത് പക്ഷെ പൂവിന്റെ കണത്ത് കൂട്ടാൻ പറ്റില്ല. ചെക്കി ഇട്ടലുണ്ട്. ചെക്കിയൊന്നും ഇല്ല. മറ്റു കളമല്ല. ഇനി മസാണ്ടി ഇടാം. മസാണ്ടിയൊന്നും ഇല്ല, അത്രയേ ഉള്ളൂ. ഇത് മസാണ്ടി ഒന്നും ഇല്ലോ. എനിക്ക് മസാണ്ട കിട്ടുന്ന സ്ഥലം അറിയാടാ. ഇത് ഷംനേന്റെ വീട്ടിൽ നിന്ന്. എനിക്ക് മസാണ്ട കിട്ടുന്ന സ്ഥലം അറിയാം. വീട്ടിൽ നിന്ന് കുമ്പളപ്പൂ അറിയാടാ? അറിയാം. അമ്മായിന്റെ വീട്ടിൽ നിന്ന് കുമ്പളപ്പൂ, ഷംനേന്റെ വീട്ടിൽ നിന്ന് മൊസാണ്ട, കോളാമ്പി. നമുക്ക് 2 വീടാക്കി കളയാ. ഒറ്റ വീടാണല്ലോ. പിന്നെ ചെമ്പരത്തി ഇടുന്ന തന്നെയാ? ചെമ്പരത്തി അമ്മായിന്റെ എടുക്കുന്നു, ഇടുന്നു എല്ലാം തന്നെ. പല വീടുകളിൽ നിന്നായി ശേഖരിച്ച പൂക്കളാണ് ചങ്ങായിമാര് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് തന്നെ അതിഗംഭീരമായി പൂവിടാൻ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മുടെ അമ്മ. കൂടെ നമ്മുടെ സ്വന്തം ബഡ്ഡിയുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറയുമ്പോ ഇങ്ങനെ കൂക്കലും വിളിക്കലാക്കുന്നടാ പട്ടി. പട്ടി ഇങ്ങ് നോക്കടാ. കഴിഞ്ഞ ഇല്ലേ എന്താ ഒരു മഴ പെയ്താൽ എല്ലാം കോട്ടൂല കുളത്തുനിന്ന് വാരി എടുക്കേണ്ടി വരും. എന്തും കേട്ടു. അവര് നട്ടുപിടിപ്പിച്ചോണ്ട് നമുക്ക് പൂവിടാനായി. അത്രേ പറയണ്ട്. ഇവിടെയല്ലോ ഒഴിവുണ്ടമ്മേ. ഇവിടെ വെച്ചു ചങ്ങന്മാരെ. നമ്മളെ ജറവറയിൽ പൂവിരിഞ്ഞിട്ടുണ്ടാ? ഒരു ജറവറയാണ്. അതിൽ 2 വിധം പൂവിരിഞ്ഞിട്ടാണ്. എന്നാൽ സംഭവം ഒന്നും തിരിയുന്നില്ല. എങ്ങനെയുണ്ട്? ഇവിടെയല്ലേ? അതിൻ്റെ ഗ്യാപ്പിൽ എക്സ്പോറിട്ടായി. കഴിഞ്ഞോ? അതിൻ്റെ ഗ്യാപ്പിൽ ഓരോന്നുള്ള എക്സോറി ഇടാം. ഇതാണ് ഉള്ളേനെ കൊണ്ടുപോകണം പോലാന്ന് പറയുന്നത് കേട്ടോ. ഇല്ലാതെ കൊണ്ട് വിഷു പോലെയാ. വഡ്ഡി മേലെ ഇരുന്നിട്ടെല്ലാം കാണുന്നുണ്ട് കേട്ടോ. വഡ്ഡി സ്വന്തം വഡ്ഡിയാണ്. വഡ്ഡി നമ്മളെ ചങ്ങായിമാരോട് ഹായ് പറഞ്ഞ എല്ലാരോടും ഹായ്. വഡ്ഡി ഹായ് പറയടാ. ചളി കൊളായി കിടക്കുന്നുണ്ട് ചങ്ങായിമാരെ ഇവിടെ മൊത്തം.
പൂവേ 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 നീ തേടും മനോഹര തീരം മാടി വിളിപ്പൂ ഇതാ ഇതാ. അപ്പൊ ചങ്ങായിമാരെ നമ്മള് പൂവെല്ലാം ഇട്ട് കഴിഞ്ഞേട്ടാ. എങ്ങനെയുണ്ട് പൂവ്? കണ്ടാ, എല്ലാവരും കമന്റ് ചെയ്യട്ടാ. എല്ലാം നാടൻ പൂ ഉപയോഗിച്ചിട്ട് ഇട്ടാന്ന്. പിന്നെ പൂട്ട് കഴിഞ്ഞ് ഇന്ന് ഉത്രാട സദ്യക്ക് മൂത്തിയും നെയ്തെല്ലാം വിളിച്ചിട്ടുണ്ട് അളിയാനല്ലോ. അങ്ങോട്ടേക്ക് പോകണം. അമ്മേന്റെ വീടും കാണിച്ചു തരാം. അമ്മേന്റെ വീടെല്ലാം പോയി, ഇപ്പൊ പൊളിച്ച് വേറെ എടുത്തിയാന്ന്. എന്നാ പറയാനല്ലോ നമുക്ക്? എന്നാ പറയണ്ട? ഒന്നും പറയാനില്ല. അതെ, നമുക്ക് കുറച്ച് കഴിഞ്ഞാകുമ്പോ ചെറുപറ പോണം. ഇന്ന് ഉത്രാട സദ്യ ആടുന്നാണ്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോയിട്ട് ആർത്ത കാഴ്ചകളും കൂടി കാണാം അതിന്റെ കൂടെ കേട്ടോ ചങ്ങായിമാരെ. അപ്പൊ നമ്മളിപ്പം വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമുക്ക് ചെയ്യാം അല്ലേ ചങ്ങായിമാരെ? നമ്മളങ്ങനെ കീഞ്ഞിട്ട് പോവാൻ നോക്കല കേട്ടാ. പോവാ. അമ്മക്ക് എന്റെ മീശ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടിരുന്നു. അതിന്റെ ഇതാണ് കാണുന്നത് കേട്ടോ ചങ്ങായിമാരെ. നമുക്ക് നേരെ പോവാ, എന്നാല് അവിടെ പോയിട്ട് അവരെ കാണാം. വീരപ്പനാണ് വീരപ്പൻ. ചങ്ങായിമാരെ നമ്മളിവിടെ എത്താനായിട്ടാ. തമ്പുരു, ഹായ് തമ്പുരു. ഹാപ്പി ഓണം തമ്പുരു. ഹാപ്പി ഓണം. ഇവരെ പോവണ്ട. നമ്മളിവിടെ വീട്ടിലെത്തിയട്ടാ. മുടി വെച്ചിട്ട് പെണ്ണിനെ കിട്ടുവാ? ഇല്ലാലോ. മുടി വെക്കാണ്ട് പെണ്ണിനെ കിട്ടൂലേ? അപ്പൊ മാമന് സന്തോഷാവൂലേ? മുടി മുറിക്ക് പോയിട്ട്. അപ്പൊ മാമ മുന്നേല്ലാം മുടി വെക്കാണ്ടല്ലോ എനിക്ക് പെണ്ണിനെ കിട്ടീനാ? അത് മുടി വെച്ചോണ്ട് പെണ്ണിനെ കിട്ടാത്ത, മുടി മുറിച്ചാ പെണ്ണിനെ കിട്ടും. ഇതാണ് മൂത്താട്ടാ. ഹാപ്പി ആണോ? അമ്മേന്റെ കോടിയില്ലേ ഇത്? എന്താണ് കോടി? എന്തുണ്ട് അങ്ങനെ പറ? അടിപൊളിയല്ലേ കോടി? കോടി അടിപൊളി, അടിപൊളി കോടിയാണ്. ചങ്ങായി പറയാം അമ്മക്ക് പ്രഥമം കിട്ടീന് കേട്ടാ. അതിന്റെ അടുക്ക് എനിക്കൊരു ഫോൺ വന്നത്, ഏച്ചും കുടിച്ചു തീർന്നു. അനക്ക് സേമിയ പായസം കേട്ടാ, നമ്മളെ അൽറ ബാബിന്റെ ക്ലാസ്സില്. എന്നാ കുടിക്കട്ടെ. അടിപൊളി പായസം. ചങ്ങായിമാരെ ഇതാണ് നമ്മളെ അമ്മമ്മ കേട്ടാ. ചങ്ങായിമാരെ ഇന്ന് നമ്മളെ തമ്പുരു മോളെ കണ്ടിട്ടില്ല എന്നെല്ലാരും പരാതി പറയുന്നത്. നമുക്ക് ഇന്ന് തീർത്തെടുക്കണം അല്ലേ? ഓണത്തിന്റെ പാട്ട് ഓണത്തിന്റെ പാട്ട് പാടി കൊടുത്താട്ടെ. അമ്മമ്മയും ചെറുങ്ങനെ മൂള് പാടിയ തുടങ്ങ. വേഗം മറന്നുപോയി. ഉത്രാട സദ്യ നമ്മള് വീടിയാന്ന് കേട്ടോ. എങ്ങനെ പറയാ? എന്നാ ഉത്രാട സദ്യനെ പറ്റി 2 വാക്ക് തമ്പൂര് സംസാരിക്കുന്നത്. ആരെല്ലാം ആക്കിയത് ഉത്രാട സദ്യ? ആ പിന്നെ തമ്പൂരൊന്നും സഹായിച്ചു കൊടുത്തിട്ടില്ല. സഹായിച്ചു കൊടുത്തിട്ടില്ല. ജലിയല്ലിട വെച്ചിട്ടുണ്ട് കേട്ടോ. തേജ് എന്തെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. ചില്ലിയാന്ന് തോന്നുന്നല്ലേ? കൂട്ടുകറി, വറവ്. തമ്പുരൊന്നും എടുത്തോണ്ടിരുന്നില്ല. അടുത്തത് അച്ചാറ്,
അവിയല്, പച്ചടി. അതാ തമ്പൂര് വന്നിട്ട ഉപ്പേരിയും കൊണ്ട് വന്നിട്ടുണ്ട്. തമ്പൂര്, പപ്പടം, കഴിഞ്ഞ സാമ്പാർ. എന്താ ഇതെന്തല്ലോ പെരിയും ഉപ്പേരി പഴം. ഉപ്പേരിയും പഴം. പഴം പദ്ധതി ഞങ്ങൾക്ക് വേണ്ട, പദ്ധതി ഞങ്ങൾക്ക് വേണ്ട. ചിക്കനും ചോറും മാത്രം കൊടുത്താൽ മതി. ഞങ്ങൾക്ക് മീനും വേണ്ട. ചിക്കൻ ഉണ്ട്, ചിക്കൻ. തമ്പൂര് മത്തി എന്നാ? മീനെന്നാ? മീന് അയില എന്നറ. മതി മതി, കുറച്ച് കളമ്പി. എല്ലാം വിളമ്പുന്നുണ്ട് തമ്പുരു. തമ്പൂര് ഇത് കേറ്ററിംഗ് ആണ്. തമ്പുരുന് ഒന്നും വേണ്ട. തമ്പുരു കറി കൂട്ടൂല. കറി അലർജിയാ തമ്പുരുന് അല്ലേ? നേരത്തെ നമ്മള് വീഡിയോ എടുക്കുന്നതിന് അടുക്കിടാൻ 2 നേരം പായസം കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊരു സേമിയം. അടുത്ത തമ്പുർക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഇഷ്ടപ്പെട്ട തമ്പുരൻ. ഇഷ്ടപ്പെട്ട തമ്പുരിന് കഷ്ടപ്പെട്ട് വളർന്നതാ. ഞാൻ വളർന്ന തമ്പുര് ചോറ് നിങ്ങളെല്ലാം ഫുള്ളായ അടുത്ത അവിയലും കൊണ്ടുവരുന്നുണ്ട്. കേവലല്ല, കേരള. വലിയ അമ്മ പറയുന്ന അമ്മ കേവലം. കേവലം എന്നായി പോയി. ചോറോളം പെട്ടെ മമ്മി ചോറ് വിളമ്പുന്നുണ്ട്. കുറച്ച് മതി. കുറച്ച് ബസ് കലാസ്. അമ്മമ്മന്റെ മോക്ക് എനിക്ക് ഒരു പ്രാവശ്യം തേജസ് രതീഷ്. എല്ലാവർക്കും ഇത് തേജസ് രതീഷിന് ചിലരുടെ സ്കൂളിന്റെ അപമാനം അല്ല അഭിമാനമാണ്. ഇങ്ങ് വാ തമ്പുരു. മീന് വെച്ച് വെക്കണ്ടേ? സ്പൂൺ എടുക്കട്ടെ. അടുത്തത് ചിക്കൻ. ഇത് പുളിനാരങ്ങ വീണോ? തമ്പുരു കൈയിട്ട് വരുന്നുണ്ട്. നമ്മളെ തമ്പുരു കൈയിട്ട് വരിയിരിക്കുന്നത്. ചിക്കൻ സദ്യ പെടൂല, എന്നാലും ആക്കിയത് ഇതാ. തമ്പുരു ചിക്കൻ ഉള്ളി നിങ്ങൾ എടുത്തിട്ടാ മതി. മതി മതി, ഓരോ ഷോട്ടായി. ചില്ലിയുണ്ട്, കബാബുണ്ട്, ചില്ലിയുണ്ട്. സാമ്പാർ വിളമ്പണ്ടേ? ചില്ലി
അട എനിക്ക് സാമ്പാർ വേണ്ട എനിക്ക് വേണ്ട മതി. നോക്കൂടെ സാമ്പാർ കൂട്ടൂല സാമ്പാർ വരുന്നു. എനിക്ക് സാമ്പാർ വേണല്ലോ. വേണ്ട പേര് അത് പറ വെച്ചിട്ട് പറ. ഇതാക്കുന്നോ ചങ്ങായി പറയാം, നമ്മളെ മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് നോൺ വെജ്, സദ്യന്റെ കൂടെ നോൺ വെജ് പ്രാധാന്യമുള്ളതാണ്. ചില ഭാഗത്ത് സദ്യന്റെ കൂടെ സദ്യ മാത്രമേ ഉണ്ടാവും, നോൺ വെജ് ഒന്നും കഴിക്കില്ല. എന്തെല്ലാം അതിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, മീനെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട് അമ്മ. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കട്ടെ. തമ്പൂര് ഡാൻസ് കളിക്കുന്നത് നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട്. തമ്പുരിന്റെ അടിപൊളി സദ്യ, ഒന്നുമല്ലാത്ത സദ്യ. 2 പായസം ഉണ്ട്. പതവം ഉണ്ടാക്കി പതവ, സേമിയ പായസം വേണ്ടവർക്ക് സേമിയ പായസം. തമ്പൂരി ഇരുന്നിട്ട് തന്നാകല്ലേ എനിക്ക്? വെള്ളം വേണ്ടവർക്ക് വെള്ളം. വെള്ളം ഇല്ലല്ലോ. വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ടപ്പുറം വെക്ക്. എല്ലാം അൽറവാബിയാണ്. അൽറവാബിന്റെ വെള്ളം കണ്ട ഗ്ലാസ്. നമ്മള് കഴിക്കട്ടെ ട്ടാ. ചങ്ങായി പറയാൻ നമ്മളങ്ങനെ സദ്യ എല്ലാം കഴിച്ചിട്ട് ഇവിടുന്ന് 2 ആൾക്കാരെയും കൂട്ടിട്ടാ പോകുന്നത്, നാളെ പൂടാൻ സഹായിക്കാൻ വേണ്ടിട്ട് അല്ലേ? ആരെല്ലാം ഇരുന്ന് കരിയില്ലല്ലോ. ഇതാ ഒരു പുതിയൊരാള് വന്നു കേട്ടാ, നമുക്ക് കാണാലോ. ഇതാ ഒരു പുതിയൊരാളെ കാണിച്ചാൽ നിങ്ങക്ക്. നമ്മളെ സന്ദീപിന്റെ കുട്ടിയാണ്. എന്തായാലും പേര് സാൻവി. വീരപ്പ മാമനെ കണ്ടാ മോള്? മാമനാന്ന് വാ. നോക്കട്ടെ നോക്കട്ടെ, മാമൻ നോക്കുന്ന ചിരിച്ചാട്ടെ. മാമൻ ചാറ്റോ. അടി 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 അടി. മൂത്ത എന്തെല്ലാം എടുത്തോണ്ടതാ, മൂത്ത് എന്തെല്ലാം എടുത്തോണ്ട് കൊലകളുണ്ട്. ഒരു കൊല അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെവിടെ ഓടുന്നു? അപ്പൊ ചങ്ങായി മാറിയതാ, കൊലയെല്ലാം എടുത്തിട്ട് നമ്മൾ പോക്കാട്ടാ. വാ എന്നാ എല്ലാരോടും ഹാപ്പി ഓണം. നാളെ എല്ലാരും അങ്ങോട്ടേക്ക് വാ. ചങ്ങായി പറയാൻ അങ്ങനെ നമ്മള് വീട്ടിലെത്തിയട്ടാ. ഇന്നത്തെ ഉത്രാടപ്പാച്ചില് 3/4 ഭാഗം കഴിഞ്ഞ് ഇനി കുറച്ച് പൂവും കൂടെ മേടിക്കാൻ പോണം. എല്ലാം പോരെ, പൂവേണ്ടേ? പൂ മേടിക്കാൻ പോണം. അപ്പം ഇതാണ് നമ്മളെ ഒരു സാധാരണ ഓണം. ഓണത്തിന്റെ തലേദിവസം സാധാരണ ഇങ്ങനെ അങ്ങ് പോക്കില്ല, ഇവിടെ തന്നെ ഉണ്ടായാല്. ഇക്കൊല്ലം അവര് വിളിച്ചിട്ട് എല്ലാരും വിളിച്ചിട്ട് അങ്ങേക്ക് പോയി. 6 വർഷം പുതിയ ഓണം. തമ്പുരു എന്താ പറയണ്ട പറയും. ഒരു പാട്ട് പറഞ്ഞ ഓണത്തിന്റെ എന്നാ പിന്നെ ആരും പാടില്ല അങ്ങേമാരെ. നമുക്കെന്നാ കാത്തുക്ക സമയമില്ല. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, ബെൽ ബട്ടൺ അച്ചങ്ങ് പൊട്ടിച്ച് ഒന്നും നോക്കണ്ടല്ലേ. അതന്നെ ബൗസുള്ള വെൽബട്ടൺ ഇനി അവിടെ കാണരുത്. അപ്പൊ വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബൈ. നിങ്ങളുടെ സ്വന്തം നിജിയും തമ്പുരും തേജും അമ്മയും. ഓക്കെ ബൈ.